ഇന്ന് മുപ്പരും ദേവികളുടെ, അതായത് ത്രിദേവികളായ സരസ്വതി, ലക്ഷ്മി, ദുർഗ ഇവരുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്ന ദിവസമാണ്. ശ്രീപഞ്ചമി, വസന്തപഞ്ചമി, ഋഷിപഞ്ചമി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വസന്തപഞ്ചമി ആയതുകൊണ്ട് സരസ്വതി ദേവിയെയും, ഗുപ്തനവരാത്രി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയെ പൂജിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ മുപ്പരും ദേവികളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ലളിതാ സഹസ്രനാമം ഇന്ന് നിങ്ങൾ വീട്ടിൽ ചൊല്ലണം. 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി അതിന് മുൻപിലിരിക്കുക. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ അടുത്തായിട്ട് വെളുത്ത കളറിലെ, ചുമന്ന കളറിലെ, മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ എടുത്തു വെക്കണം. വെളുപ്പ് ലക്ഷ്മി ദേവിക്കും, മഞ്ഞ സരസ്വതി ദേവിക്കും, ചുമപ്പ് ദുർഗാദേവിക്കും സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പൂക്കൾ നിങ്ങൾക്ക് കിട്ടാനില്ലാത്തവരാണെങ്കിൽ പച്ചരി എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഇനി പച്ചരി ഇല്ലെങ്കിൽ ബസുമതി റൈസ് എടുത്താലും മതിയാവും. 21 എണ്ണം കൗണ്ട് ചെയ്തെടുക്കണം. പൊട്ടാത്ത 21 ബസ്മതി റൈസ്. അതിനുശേഷം അത് 7 എണ്ണമായിട്ട് 3 പാർട്സായിട്ട് തിരിക്കണം. അതായത് ഒന്നിൽ 7 എണ്ണം, അടുത്തതിൽ 7, അടുത്തതിൽ 7, അങ്ങനെ 7 21 ആണല്ലോ നമ്മൾ ടോട്ടൽ എടുത്തേ. അങ്ങനെ 7 പാർട്സായിട്ട് തിരിച്ചതിന് ശേഷം അതിലുള്ള ഒരു 7 പച്ചരി എടുത്തിട്ട് ഒരൽപ്പം നെയ്യും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യുമ്പം അത് മഞ്ഞ കളറിലെ പൂവിന് സമാനമായ മഞ്ഞ അക്ഷതമാകും. അത് മാറ്റി വെച്ചിട്ട് അടുത്ത 7 പച്ചരി എടുത്തിട്ട് നെയ്യും കുങ്കുമവും കൂടി മിക്സ് ആക്കിയാൽ അത് ചുമന്ന അക്ഷതമാകും. ഇനിയുള്ള ഒരു 7 പച്ചരികൾ എന്ന് പറയുമ്പോൾ അത് വെളുത്ത കളർ. അപ്പം നമുക്ക് ലക്ഷ്മിക്കും ദുർഗയ്ക്കും സരസ്വതിക്കും കൊടുക്കാനുള്ള മഞ്ഞ, ചുമല, വെള്ള അക്ഷതങ്ങളും റെഡിയായിട്ടുണ്ട്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിച്ച് തുടങ്ങുന്ന സമയത്ത് ചുമന്ന അക്ഷതം അല്ലെങ്കിൽ ചുമന്ന പൂവ് നിലവിളക്കിന് സമർപ്പിച്ച് ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നത് ചൊല്ലി തുടങ്ങുക. അതിനുശേഷം ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും പ്രതിനിധീകരിക്കുന്ന ഭാഗങ്ങൾ വരുമ്പം യഥാക്രമം നമ്മൾ വെള്ള, മഞ്ഞ അക്ഷതം അല്ലെങ്കിൽ പൂക്കൾ നിലവിളക്കിന് സമർപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി അവസാനിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന കളറിലെ പൂക്കൾ ഉണ്ടെങ്കിൽ അത് ഇടകലർത്തി നമുക്ക് നിലവിളക്കിനെ അലങ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് നിലവിളക്കിനെ തൊട്ട് നമസ്കരിച്ച് കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നല്ല ഐശ്വര്യവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തെ തേടി വരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സമാധാനവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കടം തീരാൻ വേണ്ടി ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി.